റിഗാർഡിങ് മൈ സർജറി. എല്ലാവരും പറഞ്ഞു ഞാൻ ഇത് കഴിഞ്ഞ് ഭയങ്കര തടി കുറഞ്ഞു, എൻ്റെ ഫേസും എൻ്റെ ഷോൾഡർ ഇതൊക്കെ കുറഞ്ഞു. ആക്ച്വലി പിന്നെ അവിടെ ഇങ്ങനെ ചപ്പിളി ചിപ്പിളി ചിപ്പിളി എന്നിട്ട് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കായിരുന്നു. ഇപ്പോഴും ഗേൾസ് ഇങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ, ആണുങ്ങൾക്ക് ഇത് നിർത്തിക്കൂടേനെ. പെയിൻ എന്നൊക്കെ പറഞ്ഞ മക്കളെ ദൈവമേ, സി സെക്ഷനൊക്കെ എന്ത് എങ്ങനെയും തടി കുറയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ സത്യം പറഞ്ഞ് ആലോചിച്ചു. ഹലോ എവ്രി വൺ. സോ എൻ്റെ റെസ്റ്റൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക. എന്നെ അറിയുന്ന ഒരുവിധം എല്ലാവരും അന്വേഷിച്ചിട്ടുണ്ട് എന്തായിരുന്നു സർജറി എന്ന്. അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുമ്പ് എൻ്റെ ആരോഗ്യത്തിനെ കുറിച്ച് അന്വേഷിച്ചതും കുറേ പേര് പ്രാർത്ഥിച്ചു. സോ എല്ലാത്തിനും ഒരു ബിഗ് 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 താങ്ക്സ്. കാരണം നമ്മളിങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്തെ നമുക്ക് വേണ്ടി ചുറ്റും ആൾക്കാരിങ്ങനെ പ്രയേഴ്സും ബ്ലെസ്സിങ്സും ഒക്കെ ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. നൗ റിഗാർഡിങ് മൈ സർജറി, എനിക്ക് തോന്നി ഇതൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്നേ. കാരണം എല്ലാ ലേഡീസും ഇതിനെക്കുറിച്ചൊക്കെ അവെയർ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നി. സോ എൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ ഒരു 3-4 ഇയേഴ്സ് മുന്നേ പോകണം. സോ ഞാൻ നമ്മളുടെ കുഞ്ഞിനെ, അതായത് എൻ്റെ രണ്ടാമത്തെ മകനെ കൺസീവ് ആവുന്നതിന് മുമ്പ് എനിക്കൊരു മിസ്കാരേജ് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതും ഒരു ഡിസംബറിലായിരുന്നു കേട്ടോ, December 20 ആ ഒരു റേഞ്ചിൽ. ബ്ലീഡിങ് ആയിരുന്നു, ഹെവി ബ്ലീഡിങ് ആയി. പിന്നെ DNC ഒന്നും ചെയ്യേണ്ടി വന്നില്ല, നാച്ചുറൽ പ്രോസസ്സിൽ തന്നെ ഫുൾ വാഷ് ഔട്ടായി. ആൻഡ് ദെൻ അന്ന് ഡോക്ടർ ഇങ്ങനെ നമ്മൾ ഫോളോ അപ്പിന് പോകാമല്ലോ, അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു 6 മന്ത്സിന് ഇനി ഒന്ന് കെയർഫുൾ ആവണം. അങ്ങനെ ആ ഒരു കോൺവെർസേഷനിൽ അത് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തി. പക്ഷേ എന്തോ ഒരു പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. ബട്ട് ഐ കൺസിഡർ ദാറ്റ് ആസ് മൈ ബ്ലെസ്സിങ്. അതാണ് കുഞ്ഞി. ഒരു നെക്സ്റ്റ് മാർച്ചൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി. അപ്പോൾ എൻ്റെ ആ ഒരു ഡിഫറൻസ് നോക്കണം. ഡിസംബറിൽ കഴിഞ്ഞിട്ട് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ദറ്റ് വാസ് ടു ഏർലി. എനിക്ക് പറയുമ്പോൾ നാണക്കേടും ചമ്മലൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ എവ്രിബഡി ഷുഡ് നോ. ആ ഒരു ഗ്യാപ്പ് ഭയങ്കര കുഞ്ഞിയായിപ്പോയി. സോ വീണ്ടും പ്രഗ്നൻ്റ് ആയി. വീണ്ടും പഴയ പോലെ കോംപ്ലിക്കേഷൻസ് വന്നു, ബ്ലീഡിങ് തന്നെ. സോ എനിക്കിപ്പോഴാ മരുന്നിൻ്റെ പേരൊക്കെ ഓർമ്മയുണ്ട്, ഡുഫെസ്റ്റോൺ, ആസ്പിബൺ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വീക്കും ഇഞ്ചെക്ഷൻസും. ഒരു ട്രോമാറ്റിക് ആയിരുന്നു എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി കേട്ടോ. പിന്നെ ഒരു 6-7 മന്ത്സ് ആയപ്പോൾ എൻ്റെ ബോഡിയിൽ ഫ്ലൂയിഡ് ആകെ കുറഞ്ഞു, മോന് പ്ലസൻറ്റയിലേക്ക് ആവശ്യമുള്ള ഫ്ലൂയിഡ്. സോ പിന്നെ എല്ലാ വീക്കും പോവുക, അവിടെ അഡ്മിറ്റ് ആവുക, എത്രയോ ബോട്ടിൽസ് ഫ്ലൂയിഡ് എൻ്റെ മേത്ത് കയറ്റി. ഇതിനിടയിൽ എനിക്ക് എൻ്റെ ലൈഫിൽ തീരെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ എക്സ്പീരിയൻസുകളുണ്ടായി. എൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിക്കോട്ടെ, എല്ലാം ഒരു ട്രോമാറ്റിക് ടൈം ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ബോഡി ഒരു സാധാ പ്രഗ്നൻസി ജേർണി പോലെ ആയിരുന്നില്ല എൻ്റെ ബോഡിക്ക്. ഞാൻ കുറച്ചധികം ഒന്ന് പുഷ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ഞാൻ കെയർഫുൾ ആയിരുന്നു, പക്ഷെ നമുക്ക് ചില സാഹചര്യത്തിൽ അങ്ങനെ വേണ്ടി വരുമല്ലോ. അങ്ങനെ ഞാൻ അറിയാതെ അങ്ങനെ ആയിപ്പോയി. സോ പിന്നെ എൻ്റെ മോനൊരു പ്രീമി സൈസ് ബേബി ആയിരുന്നു. കാരണം എത്ര ഫ്ലൂയിഡ് കയറ്റിയിട്ടും എൻ്റെ ബോഡിയിലേക്ക് ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ ഫ്ലൂയിഡ് കയറിയിരുന്നില്ല. ആൻഡ് ദെൻ നമ്മൾ തന്നെ ഒരു ഡിസിഷൻ എടുത്തു, നമുക്ക് ബേബിനെ പുറത്തേക്ക് എടുക്കാം. കാരണം ഫ്ലൂയിഡ് ലെവൽ വാസ് ഓൾമോസ്റ്റ് 3. അതൊക്കെ വളരെ കുറവാണ്. സോ ബേബിയുടെ ഓർഗൻസ് ഒന്ന് ഡെവലപ്പ് ആവാൻ നമ്മൾ വെയിറ്റ് ചെയ്തു. ആൻഡ് ദെൻ വി ടുക്ക് ഹിം ഔട്ട്. സോ അങ്ങനെ അവനൊരു ചെറിയൊരു പീക്കിനി ബേബി ആയിരുന്നു. സോ പിന്നെയും ഫുൾ അവൻ്റെ പിന്നാലെ തന്നെയായിരുന്നേ. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിരുന്നു എൻ്റെ ഹെൽത്തൊക്കെ ഇങ്ങനെ ഭയങ്കര ഡിറ്റീരിയോറേറ്റ് ആവണതൊക്കെ എനിക്ക് ഫീൽ ചെയ്യായിരുന്നു കേട്ടോ. പക്ഷേ വാട്ട് ടു ഡു, ബേബി ആയിരുന്നു നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഞാൻ ഒരു ആഫ്റ്റർ 6 മന്ത്സ് ബാക്ക് ടു എൻ്റെ റുട്ടീനായി തുടങ്ങി. ഞാൻ സാധാരണ സ്ലോ വാക്കിംഗ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, വർക്കൗട്ട് ചെയ്തു. ബൈ ദ ടൈം ഐ വാസ് 85 kg. നല്ല പോലെ വെയിറ്റ് കൂടി. പിന്നെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതായി ലക്ഷ്യം. കാരണം ഡാൻസർ ആണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റ് വെച്ചിട്ട് എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ബോഡി വഴങ്ങത്തില്ല. അപ്പോൾ ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല പോലെ വെയിറ്റ് കുറച്ചു. ആൻഡ് ഐ ആം ബാക്ക് ടു 63 kg. അങ്ങനെ ആക്കി. ഈ സമയത്ത് എനിക്ക് എൻ്റെ ശരീരത്തിൽ കുറേ ചേഞ്ചസ് ഫീൽ ചെയ്തു കേട്ടോ. ഐ മീൻ ആഫ്റ്റർ ഡെലിവറി എൻ്റെ ബെല്ലി ബട്ടൺ ഉള്ളിലേക്ക് വന്നില്ല. സാധാരണ എല്ലാവരുടെയും നാവൽ ഇങ്ങനെ പുറത്തേക്ക് വരും, പിന്നെ തിരിച്ചുള്ളിൽ പോവല്ലോ, അതുണ്ടായിരുന്നില്ല. സോ ഞാൻ കേട്ടിട്ടുണ്ട് അബൌട്ട് ഹെർണിയൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്ക് അത്ര ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. ആൻഡ് ദെൻ നെക്സ്റ്റ് തിങ് വാസ്, ഞാൻ ഡാൻസ് ചെയ്യുമ്പോഴായിക്കോട്ടെ, ഞാൻ വെറുതെ ഇരിക്കുമ്പോഴായിക്കോട്ടെ, എൻ്റെ വയറ് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ഒരു സൈഡിലോട്ട്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ബേബി ഉള്ളപ്പോൾ നമുക്ക് ബേബിയുടെ ഒരു മൂവ്മെന്റ് അറിയില്ലേ, ഒരു സൈഡിലോട്ട് തല വരുന്നത്, അതുപോലെ ഇങ്ങനെ വയറിട്ട് കൂന്നിട്ടൊരു സൈഡിലോട്ട് പോകും. പിന്നെ ഞാൻ കുറേ സ്ട്രെച്ച് ചെയ്തിട്ടൊക്കെ ബാക്ക് ടു നോർമൽ പൊസിഷൻ ആക്കും. ബട്ട് ദെൻ ഞാൻ കുറേ സ്ട്രെച്ച് ചെയ്തിട്ട് അങ്ങനെ ആക്കിയിരുന്നു കേട്ടോ. സോ ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇവിടെ കുറച്ച് സെപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ ലാസ്റ്റ് ഇയർ
ഡിസംബറിൽ ഞാൻ നാട്ടിൽ പോയി ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത വീഡിയോ ഇട്ടായിരുന്നു. അതിൽ മനസ്സിലായി എൻ്റെ ഗ്യാപ്പ് ഓൾമോസ്റ്റ് 2 പോയിന്റ് സംതിങ് ആയി. അപ്പോൾ ഈ നമ്മളുടെ അബ്ഡോമൻ വാൾ മസിൽ വാൾസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ആണുങ്ങൾക്ക് ഇങ്ങനെ പാക്ക് വരുന്ന കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും തമ്മിലൊരു പെർട്ടിക്കുലർ ഗ്യാപ്പേ പാടുള്ളൂ. സോ അത് എനിക്ക് അന്നേ 2 ക്രോസ് ചെയ്തു. സോ 2 വരെ ഓക്കെ ആണ്, യു ഡോണ്ട് ഹാവ് ടു ബി ബോതേർഡ് എന്നൊക്കെ പറഞ്ഞു. ഇറ്റ് വാസ് ഓക്കെ. ബട്ട് ലാസ്റ്റ് ടൈം പോയപ്പോൾ ഐ തിങ്ക് ദാറ്റ് വാസ് ലിറ്റിൽ ബിറ്റ് മോർ ആൻഡ് ഐ കുഡ് റിയലി ഫീൽ ഇറ്റ്. നല്ല പോലെ അപ്പർ ടം ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഓക്കെ, സോ എനിക്കിതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു, എൻ്റെ വയറിങ്ങനെ ക്രാംസ് വരെ, അതായത് ഇങ്ങനെ കൊളത്തി പിടിച്ച് ഇങ്ങനെ ഒരു സൈഡിലോട്ട് പോകും. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. ഞാൻ ആ നേരത്തെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് മറ്റേ എവിടെയെങ്കിലും പിടിച്ചിട്ട് പിന്നെ എനിക്കൊന്നിനും പറ്റത്തില്ല. ഒന്ന് കുറച്ച് ആ പെയിനോട് ഞാൻ അഡ്ജസ്റ്റ് ആകുമ്പോഴാണ് എഴുന്നേറ്റ് നിന്ന് കുറേ സ്ട്രെച്ച് ചെയ്ത് ബാക്ക് ടു നോർമൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും പാരലലി പോയിക്കൊണ്ടിരുന്നു. സോ ദിസ് ടൈം ഞാൻ നാട്ടിൽ സ്റ്റെറിലൈസേഷന് വേണ്ടി പോയതാണ്. ഓക്കെ, ഞാൻ സ്റ്റെറിലൈസേഷന് വേണ്ടി പോയി. സോ ഞാൻ ഈ ഗ്യാപ്പ് കൂടിയതൊക്കെ അറിഞ്ഞു. പിന്നെ എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു. ഞാൻ 85 63 ആയപ്പോൾ എൻ്റെ സ്കിൻ വന്നിട്ട് നല്ല പോലെ സാഗിയായി. അറിയാലോ നമ്മളുടെ സ്കിൻ സാഗിയാകുമ്പോൾ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ലിഫ്റ്റൊക്കെ ചെയ്ത് മസിലൊക്കെ ടൈറ്റാക്കി സെറ്റാക്കി. പക്ഷെ എൻ്റെ സി സെക്ഷൻ ആയതുകൊണ്ട് സ്കിൻ അവിടെ ഇങ്ങനെ ചപ്പിളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ സ്കിന്നും ടൈറ്റ് ചെയ്യാമെന്ന്. ബൈ ദെൻ ഈ പ്രശ്നം കൂടെ കേട്ടപ്പോൾ ദെൻ ഐ ഹാഡ് എ വാൾ റിപ്പയർ. അതായത് എൻ്റെ ഇവിടുത്തെ മസിൽസ് ഇപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ടേക്കുക. അത് പുറത്ത് കാണത്തില്ല, പക്ഷേ അടിയിലെ ഓപ്പൺ സർജറി ആയിരുന്നു. നല്ല ലോങ് സ്റ്റിച്ച്, അതായത് നമ്മളുടെ ഇങ്ങനെ കാണും, ഇങ്ങനെ നിന്നാൽ സി സെക്ഷൻ്റെ സ്റ്റിച്ച് ഇവിടം വരെയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റിച്ച് ഇവിടം വരെയുണ്ട്. നല്ല ഭംഗിയുണ്ട്, ജോക്കർ ചിരിച്ചിരിക്കുന്ന പോലത്തെ 2 സ്റ്റിച്ച്. പെയിൻ എന്നൊക്കെ പറഞ്ഞ മക്കളെ ദൈവമേ, സി സെക്ഷനൊക്കെ എന്ത്. ഇനി എല്ലാതും കൂടെ ഒരുമിച്ച് ചെയ്തിട്ടാണോ എന്ന് അറിയില്ല. ഇറ്റ് ടുക്ക് 11 hours ഫോർ മൈ സർജറി. സോ വീട്ടിൽ ഞാൻ പറഞ്ഞത് എന്താ, ഞാനൊന്ന് പോയി പ്രസവം നിർത്തിയിട്ട് ഇപ്പം തിരിച്ചു വരാം, അച്ഛനമ്മയും ടെൻഷൻ ആവണ്ടെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു പോയതാ. അതിൻ്റെ ഇടയിൽ ഇത് ചെയ്യുക, അപ്പോൾ മാക്സിമം ഒരു 4-6 hours എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇറ്റ് ടുക്ക് 11 hours ആൻഡ് ദെൻ എന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. അവിടെയാണ് കഥ മാറിപ്പോയത്. അപ്പം ഞാൻ പിറ്റേ ദിവസമാണ് കണ്ണ് തുറക്കുന്നത്. അപ്പം എന്നോട് അവിടെയുള്ളൊരു ഡോക്ടർ പറഞ്ഞു നെക്സ്റ്റ് ഡേ ആയ ഏരിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഏകദേശം മാറിയെന്ന്. താങ്ക് ഗോഡ്. പക്ഷേ പുറത്ത് നിൽക്കുന്ന എൻ്റെ പേരൻസ് അടിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അങ്ങനെ അത് ഇത്തിരി ഹെവി ആയിരുന്നു. ആൻഡ് ദെൻ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ആണ് ഞാൻ റൂമിലേക്ക് മാറുന്നത്. എന്നിട്ട് അപ്പോഴും എനിക്ക് എപ്പിഡ്യൂറൽ ഉണ്ടായിരുന്നു, 2 കാനുല, റൈറ്റ്, 2 ഡ്രിപ്പ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നു. ഒന്നിൽ ആൻറ്റിബയോട്ടിക്സ് അത് ഇങ്ങനെയൊക്കെ ആയിട്ട്. സോ എപ്പിഡ്യൂറലും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നു ഒരു 3 days ഇട്ട് അങ്ങനെ കടന്നു. അപ്പം ഇനി എല്ലാം കൂടെ ചെയ്തിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആയിരുന്നു, എന്താണെന്നറിയില്ല. ഇത്തിരി കയ്യിൽ നിന്ന് പോയെന്ന് തോന്നുന്നു. ഇടയിൽ ഇങ്ങനെ കാത്തീഡ്രൽ ഉണ്ടല്ലോ, നമ്മുടെ യൂറിൻ ബാഗ് ഇടുമല്ലോ, അത് ഇടുന്ന സമയത്തും കുറച്ച് ഡ്രോപ്സ് വീണിട്ട് ഒരു ഇൻഫെക്ഷൻ പോലെ വന്നു. അതും എനിക്കിങ്ങനെ ഇത്തിരി യക്കിയായിരുന്നു. ലൈക്ക് കാരണം ആ സ്ഥലമൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും എനിക്ക് എപ്പോഴും അവിടെ ക്ലീനിങ്ങാണ്. സോ പെട്ടെന്ന് അവിടെ നോക്കുമ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ ബൾജായി ഇങ്ങനെ ചൊറി പിടിക്കാന്നൊക്കെ പറയില്ല, അതുപോലെ. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ ഐ ഫെൽറ്റ് സോ ബാഡ്. ഞാൻ മെൻ്റലിയും കുറച്ച് ഡൗൺ ആയി തുടങ്ങി. അങ്ങനത്തെ ഒരു സ്റ്റേജ് ആയിരുന്നു കേട്ടോ. പിന്നെ പെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിച്ചുകൂടാ, ഒരിത്തിരി ഹെവി പ്രോസസ്സ് തന്നെയായിരുന്നു. എനിക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനുണ്ടായ കാര്യം, ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയൻ്റെ അടുത്തേക്കൊന്നും പോയില്ല. അത് എൻ്റെ പ്രൊഫഷൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു എന്തായാലും അനസ്തീഷ്യ കയറ്റുന്നു, അപ്പോൾ പിന്നെ ഇതും കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യാലോ എന്ന് കരുതി. അതായിരുന്നു സംഭവം. കാരണം എനിക്ക് ഈ ലീവ് കിട്ടലും പിന്നെ മക്കളായിട്ട് ഇങ്ങനെ എപ്പോഴും ഓടിപ്പോകാനൊന്നും പറ്റത്തില്ല. ആൻഡ് ദെൻ കുറച്ചധികം പേര് താഴെ കമൻറ്റ് ചെയ്തായിരുന്നു, ഇറ്റ്സ് ഹൈ ടൈം ടു നോർമലൈസ് വെസക്ടോമി. എപ്പോഴും ഗേൾസിന് ഇങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ, ആണുങ്ങൾക്ക് ഇത് നിർത്തിക്കൂടേനെ. ലൈക്ക് വെസക്ടോമി അവർക്കുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ എനിക്ക് വിച്ചു ഇവിടെ എപ്പോഴും പറഞ്ഞിരുന്നു ഞാൻ ചെയ്തോളാം എന്ന്. പക്ഷേ എൻ്റെ പ്രോബ്ലം വാസ്, വിച്ചുവിന് മുമ്പ് ഒരു സർജറി ഉണ്ടായിരുന്നു. ഓക്കെ, ആ സമയത്ത് വിച്ചുവിനെ OT-യിൽ കയറ്റുമ്പോൾ അന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, വിച്ചുള്ളിൽ കയറുന്നതിലും ഭേദം ഞാൻ പോണതാണ്. കാരണം എനിക്ക് വിച്ച് പുറത്തിറങ്ങുന്നതിനുള്ളിൽ എനിക്ക് തലചുറ്റലും എനിക്ക് അത് പറ്റിയിരുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മേത്തതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്ത് തീർന്നല്ലോ എന്ന്. ആ ഒരു സംഭവമായിരുന്നു കേട്ടോ. അതർവൈസ് ഹീസ് എ വെരി വെരി സ്വീറ്റ് പേഴ്സൺ. വേറെ കാര്യം, എനിക്ക് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഫുഡിൻ്റെ. എല്ലാവരും പറഞ്ഞു ഞാൻ ഇത് കഴിഞ്ഞ് ഭയങ്കര തടി കുറഞ്ഞു, എൻ്റെ ഫേസും എൻ്റെ ഷോൾഡർ ഇതൊക്കെ കുറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വയറിൻ്റെ ഇവിടെ മാത്രമേ ഒരു ടിക്ക് വന്നിട്ടുള്ളൂ, ബാക്കി ഒന്നും ചെയ്തിട്ടില്ല.
പക്ഷെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു 1 മന്ത് ഇങ്ങനെ കിടപ്പായിരുന്നല്ലോ, അപ്പോൾ എനിക്ക് പേടിയായി ഞാനിനി ഒത്തിരി ഫുഡ് കഴിച്ചിട്ട് പ്രശ്നമാവുന്നേ. ബട്ട് ദെൻ ഡോക്ടർ ആസ്ക് മീ ടു ഹാവ് പ്രോപ്പർ ഫുഡ്. പക്ഷെ അതിൽ എൻ്റെ ഡയറ്റീഷ്യൻ ഷി വാസ് ടു ഗുഡ്. ഒരു ടെക്നിക്, ജസ്റ്റ് 1 ടെക്നിക് ടു റെഡ്യൂസ് വെയ്റ്റ് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ആൻഡ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് കേൾക്കുക കേട്ടോ, ഇങ്ങനെയും തടി കുറയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ സത്യം പറഞ്ഞ് ആലോചിച്ചു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളൊരു പ്ലേറ്റ് ഫുഡ് എടുത്തു, ഒരു വായ എടുത്തിട്ട് ഇത് 32 ടൈംസ് ഇങ്ങനെ ചവച്ച് വേണം സ്വാലോ ചെയ്യാൻ. അതായത് ആദ്യം നമുക്ക് കേൾക്കുമ്പോൾ തോന്നി ഇതെന്ത് പരിപാടിയാണ്, ഇത്ര ഇരുന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. ബട്ട് ട്രസ്റ്റ് മീ, ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സോ എനിക്ക് സാധാരണ ഒരു 3 ഫുൾ ടേബിൾ സ്പൂൺ ചോറ് ഞാൻ കഴിക്കും. എനിക്ക് ഒരു ഹാഫ് കഴിച്ചപ്പോഴേക്കും എൻ്റെ വയറ് ഫുള്ളാണ്, എൻ്റെ മൈൻഡ് ഫുള്ളായി, എൻ്റെ ബ്രെയിനിനെ ഞാൻ ട്രിക്ക് ചെയ്ത പോലെ വയറ് ഫുള്ളായി. പിന്നെ എനിക്ക് ബാക്കി കഴിക്കാൻ പറ്റുന്നില്ല. സോ ദാറ്റ് വാസ് ദ ബെസ്റ്റ് വേ ടു റെഡ്യൂസ് വെയ്റ്റ്. ഞാനത് ആദ്യമായിട്ട് അന്ന് അറിയുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടം, എല്ലാവരും ട്രൈ ചെയ്യണേ. സോ ഞാൻ ഇതാണ് ഫോളോ ചെയ്തിരുന്നത്. 1 മന്ത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിൽ ഞാനിത് ട്രൈ ചെയ്തിരുന്നു. പിന്നെ ലിക്വിഡ് വെള്ളമൊക്കെ നന്നായി കുടിച്ചിരുന്നു. ഫ്രൂട്ട്സിലോട്ട് കുറേ മാറി. പിന്നെ ഒത്തിരി ഹെവി ആയിട്ടൊന്നും കഴിക്കണമെന്നും തോന്നിയില്ല, കാരണം ഒരു 5 ദിവസം അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അപ്പറ്റൈറ്റതൊക്കെ ആകെ മാറി. പിന്നെ വെറുതെ കിടക്കുമല്ലേ, അപ്പം ഞാൻ ജോ ലൈനൊക്കെ കുറച്ച് ഇങ്ങനെ പിടിച്ച് വർക്കൗട്ടൊക്കെ ചെയ്തിരുന്നു. ആ കുഞ്ഞി, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കുഞ്ഞിയമ്മപ്പ വരാമേ. ഇതാ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാത്ത, എവിടെ പോയി നിന്നാൽ ഈ പീക്കിണി വരും. കമ്മിങ്. ഡ്രസ് ഇടാത്ത ആൾക്കാർ ഇവിടെ വരില്ല, അമ്മ വീഡിയോ എടുക്കുക. ആ ഇങ്ങനെ കാണിക്കണോ? ആ കമ്മ. സോ പ്രഗ്നൻസി സമയത്തൊക്കെ എല്ലാവരും ഹെൽത്ത് നല്ലപോലെ ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഒരു മിസ്കാരേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീസ് വെയിറ്റ് ഫോർ അനദർ 6 months. ഓക്കെ, അടുത്ത ബേബിനെ ട്രൈ ചെയ്യുമ്പോഴേക്കും ബോഡി ഒന്ന് ഹെൽത്തി ആക്കുക, നമ്മളുടെ മസിൽസൊക്കെ ഒന്ന് വീണ്ടും സ്ട്രോങ് ആക്കി. ആൻഡ് ദെൻ വി ഹാവ് ടു ബി സെൽഫ് പ്രിപ്പയർഡ്. എനിക്ക് അവിടെയാണ് ശരിക്കും കയ്യിൽ നിന്ന് പോയെന്നൊരു ഫീലിംഗ് ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ഉണ്ടെങ്കിലൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ കുഞ്ഞി, ബൈ പറയോ? ശരി, ബൈ. പറ എവിടെ കുഞ്ഞിനെ തല? ബൈ. ഓക്കെ ബൈ.